ഞങ്ങളൊരു ഓപ്പണിംഗ് വീഡിയോ വന്നിരിക്കുന്നത് ജീവന് വേണ്ടിയുള്ള കുറച്ച് കളിപ്പാട്ടങ്ങൾ. ടുട്ടുവിന് ഞങ്ങൾ കുറച്ച് ടോയ്സ് വാങ്ങിയിട്ടുണ്ട്. മീഷോയിൽ നിന്നുണ്ട്, ആമസോണിൽ നിന്നുണ്ട്, ഫസ്റ്റ് ക്രൈന്നും ഉണ്ട്. നമുക്ക് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇത് ഓൾറെഡി കൊടുങ്ങല്ലൂരത്തെ വീട്ടിൽ ഞങ്ങളുടെ ഒരെണ്ണം ഉണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തെ വീട്ടിലേക്കും കൂടെ ഒരെണ്ണം വാങ്ങിയതാണ്. ഇത് ഞങ്ങൾ ജസ്റ്റ് മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. നമുക്കത് നോക്കാം. ടുട്ടുവിൻ്റെ ഫേവറേറ്റ് ആണ് അത്. നോക്കിക്കോ. കളിപ്പാട്ടം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യമുള്ളവർക്ക് കയറി പർച്ചേസ് ചെയ്യാം. നോക്കി ഇഷ്ടായോ ടുട്ടുന്? അവനവിടെ വെച്ചോടുക്കട. വാവ്, ഇത് ഇവിടുത്തെ പൊളിയാണല്ലോ. സൂപ്പർ. ഇതെങ്ങനെയാണ് കാണിച്ചോട്ടെ ചേട്ടാ? കാണിച്ചോടുക്ക കൊച്ചിന്. അങ്ങനെ ഊരണം. അതങ്ങനെ പെട്ടെന്ന് പോരൂല അല്ലേ? വാവ്, ടുട്ടു ഒന്ന് കളിച്ച് കാണിച്ചെന്നെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അതെ, ഗ്രീൻ. ഇത് കുറച്ച് കൂടുതലുണ്ടല്ലേ അതിലേക്കാളും? അല്ല അതല്ല, അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ട്. വെച്ചോക്കിട്ടു. അതൊന്നല്ലാണ്. മാറി, കളറൊക്കെ മാറിയില്ലേ? കറക്റ്റ് വെക്കി. ആദ്യം പച്ച വെക്കി, ഗ്രീൻ വെക്കി ഫസ്റ്റ്. ഓക്കെ, ഇനി കറക്റ്റ് വെക്കി ഒരാശം. നമുക്ക് നോക്കാം. ഇനി റെഡ്, യെല്ലോ, ഗ്രീൻ, അല്ല പിങ്ക്, ഗ്രീൻ കുറേ. ഇതെന്താണ് ഏറ്റവും മുകളില്? തായാവ്. വാവ്, മാവ് പറഞ്ഞേ മറ്റൊരു. യെസ്, ഇതിൽ റിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ഒക്കെ നല്ല ഇങ്ങനെ ഞങ്ങളൊന്നുമില്ല. പൊതുവേ ചില ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ വലിയ ലോ ക്വാളിറ്റി ആയിരിക്കുമല്ലോ. നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാനും പറ്റില്ല. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, കാണാനും കൊള്ളാം. ഞങ്ങളുടെ ഇവിടെ ഉള്ളേക്കാളും കൂടുതൽ റിങ്സ് ഉണ്ട്. ഇതിൽ കൂടുതൽ കളേഴ്സും ഉണ്ട്. അപ്പോൾ അവന് ഇഷ്ടമാവും. അവന് പക്ഷേ മുകളിലത്തെ ഡക്കിരിക്കണ അത്ര പിടിച്ചിട്ടില്ല, എന്നാലും കൊള്ളാം. ഫേവറേറ്റ് ആണ്. ഇതിപ്പോൾ ഇവിടത്തേനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കളേഴ്സും. ഇത് കുറച്ച് കൂടുതലുണ്ട് സ്റ്റാക്കിംഗ് ഐറ്റംസ്, എന്നാലും കൊള്ളാം. എന്തായാലും അവന് ഇഷ്ടമായി അല്ലേ? ടുട്ടുന് ഇഷ്ടമായ? ടുട്ടുന് ഇഷ്ടമായത് കൈ കൊട്ടിയേ അണ്ട് വാവ് എന്ന് പറ. വാവ്, നീ അവനെ വെക്കി. വെക്കി. അവൻ അവിടെ നിന്ന് കളിച്ചോളും. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരണമെന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു ലേണിംഗ് ഡിവൈസാണ്. അത് കുട്ടികൾക്ക് ഏർലി സ്റ്റേജ് ഓഫ് കാർഡ് ഡിവൈസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരേ കാർഡുകൾ, ആ കാർഡിൽ തന്നെ ഒരേ പിക്ചർ ഉണ്ടാവും. അത് ഈ ഡിവൈസിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ ആ കാർഡിൽ ഏത് പിക്ചറാണെന്നുള്ള അതിൻ്റെ പേരും പറയും. അതുകൂടാണ്ട് ഇപ്പോൾ ആനിമലാണ് കാട്ടണമെങ്കിൽ ആ ആനിമലിൻ്റെ സൗണ്ട് എന്താണെന്ന് വെച്ചാൽ അതും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പറയണേക്കാൾ കൂടുതൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർ വേഗം പഠിക്കും. അപ്പോൾ ഇവൻ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ കാട്ടിയും ഒക്കെ ആകുമ്പോൾ അവർക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. കളികളിൽ കൂടെ അവർ പഠിച്ചെടുക്കും. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. എങ്ങനെയാണ് ഡോഗ് കാട്ടിടാ? ഒന്ന് കാട്ട് എങ്ങനെയാണെന്ന്. കേൾക്കണില്ല സൗണ്ട്. ഇഷ്ടായ? ടുട്ടു അത്ര ആയിട്ടില്ല. ഡോഗ് എന്താണത്? ഇനി ഹെൻ. അപ്പോൾ ഫസ്റ്റ് ക്രൈ എന്നാണ് വാങ്ങിയത്. സൂപ്പർ സാധനം കേട്ടോ, നല്ല രസമുണ്ട്. ഒരുപാട് കാർഡ്സും ഉണ്ട് അതിൽ. കാർഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാം കാറ്റഗറൈസ്ഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ പല പല കളറിലായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, കളേഴ്സ്, ഷേപ്സ്. അതിൽ തന്നെ ഒരുപാട് മോർ ദാൻ 100 കാർഡ്സ് തന്നെ ഉണ്ട്. അത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാണിച്ചു തരാം. ഈ ഡിവൈസിൽ നമ്മളിങ്ങനെ ചെയ്താൽ അതെന്താണെന്നുള്ളത് പറയും. അത് കൊള്ളാം. എങ്ങനെയാണ് പറഞ്ഞത്? ഒരു പ്രാവശ്യം കൂടെ വെച്ചുതരാം.
ഞാൻ എന്നിട്ടാണ് ക്വാക്ക് ക്വാക്ക് ചേടാ അതിന്റെ ചിരിയൊക്കെ ഇതില് എന്താ പ്രീ സ്കൂൾ കാർഡ് എന്ന് എഴുതിയിരിക്കണം. ലേണിംഗ് ആൻഡ് പ്ലേയിങ് ആണ്. ഇങ്ങനെ ആവുമ്പോൾ അത് ഓൾറെഡി അതിലിങ്ങനെ ലേണിങ്ങും ആവും, അവരത് പറയാനും ശ്രമിക്കും, അവർക്ക് ഓരോന്ന് കാണുമ്പോൾ മനസ്സിലും ആവും. എന്തായാലും ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടുട്ടു വരണം വെച്ചേ, എന്നാ വെക്കി ടുട്ടു വരണം വെച്ചേ. എങ്ങനെയാണ് ടുട്ടു വെക്കുക? ഇത് ഒരുപാട് കാർഡ്സ് ഉണ്ട്. കത്തേ ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ടുട്ടോന് ഒരു സിലിക്കൺ സ്ക്രബ്ബർ വാങ്ങിയിരുന്നു. അവൻ്റെ ആദ്യത്തൊക്കെ കേടായിപ്പോയി. ഇനിയിപ്പോൾ സിലിക്കൺ സ്ക്രബ് വെച്ചൊന്ന് നമുക്ക് നൈസായിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. 2 സോഫ്റ്റ് സിലിക്കൺ പാഡ്സ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഫേഷ്യൽ ആൻഡ് ബോഡി ക്ലൻസിങ് പാക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. അവരുടെ ശരീരത്തിൽ അത്ര പേര് തഴുക്കൊന്നുമില്ലല്ലോ. എന്നാലും ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടി നല്ലൊരു, അവർക്ക് നല്ല മുടിയിലൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സൂതിങ് എഫക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അത് പക്ഷേ ആളത് കിട്ടിയപ്പോൾ തന്നെ കടിച്ച് എന്തും വായ കൂടെ ടെസ്റ്റ് ചെയ്യലാണല്ലോ കുട്ടികളുടെ പ്രധാന കാര്യം. ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല, കൊച്ചി എടപ്പള്ളിയിലുള്ള ലുലുന്ന് വാങ്ങിയതാണ്. ഫിഷർ പ്രൈസിൻ്റെ കാറാണ്. കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി മോന്. അത് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് നല്ല ക്വാളിറ്റി കാറ്. അതിങ്ങനെ ഓടുമ്പോൾ ഇങ്ങനെ ചലിക്കുമ്പോൾ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്വാളിറ്റി, സാധാരണ പ്ലാസ്റ്റിക്കോ അങ്ങനെ നല്ല കട്ടിയുണ്ട് ഇതിന്. അപ്പോൾ കുട്ടിക്ക് നല്ല ഇഷ്ടമായി അത്. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയതാണ്. ഒരു കാർ ഇത്ര ചെറുതാണെങ്കിലും ഒരു 450 റേഞ്ച്, ആ റേഞ്ചിൽ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ്. അത് മാറ്റി പറ. കാറ് പറഞ്ഞേ കായി. അടുത്ത 2 ഐറ്റവും ഫിഷർ പ്രൈസിൻ്റെയാണ്. സ്വിമ്മിങ് ഐറ്റംസ് ആണ്. ഇവിടെ മോൻ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര വാശിയാണ് അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫിഷർ പ്രൈസിൽ ഫസ്റ്റ് ക്രൈയിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയതാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും നമ്മൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ തോന്നി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കിട്ടു 1 2 ഇതിലൊരു ഗോഗിൾസും ഉണ്ട്. പിന്നെ ചെവിട്ടിയിൽ വെക്കാനുള്ള 2 ചേർത്ത് സ്വിമ്മിങ്ങിന് പോയി. നോക്കാൻ പറ്റി കാണില്ല. എവിടെ എവിടെ കൊപ്പി എവിടെ എടാ അവനെ എടുത്തിട്ട് സ്വിമ്മിങ്ങിന് പോയോ. സൈസാണ് സിലിക്കണും. ഇതായ കാരണം നമ്മളുടെ സൈസിൽ ആരുടെ സൈസിലാണ് വെക്കണമെന്ന് വെച്ചാൽ അവരുടെ സൈസിലാവുമല്ലോ. ഇതും കൊള്ളാം, നല്ല രസമുണ്ട്. അടുത്തത് നോക്കാം നമുക്ക്. ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞി പാക്ക് ഒക്കെ ഇട്ടുണ്ട്. അതിൽ നമുക്കിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വെക്കാം. നെക്സ്റ്റ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇടുന്നതാണ്. ഇതിട്ടാ തൊട്ടു മുങ്ങിപ്പോവൂല അല്ലേ. ഇപ്പം സ്വിമ്മിംഗ് പൂളിൽ ഇത് വീർപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി പോലെ ഇതെങ്ങനെയാന്ന് നോക്കട്ടെ. ഇങ്ങനത്തെ പ്രൊട്ടക്റ്റീവ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിലോ വെള്ളത്തിലോ ഒക്കെ ധൈര്യമായിട്ട് അവരെ നമുക്ക് ഇറക്കാം. എസ്പെഷ്യലി വെള്ളത്തിലൊക്കെ ഇറങ്ങണ കുട്ടികൾക്കൊക്കെ ഇത് മസ്റ്റാണ്. നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇറക്കുന്ന കയറൂല. പിന്നെ ഇതുപോലെ പ്രൊട്ടക്ഷൻസ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് എവിടെയാണ് പോകാമെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇത് നല്ല ഇതങ്ങോട്ട് വീർത്ത് വരും. കുട്ടികളുടെ 2 കാലും ഇതിൽ ഇങ്ങനെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ അവരിങ്ങനെ വണ്ടി കേട്ടോ. ഇഷ്ടമായ
അതെ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. താല്പര്യമുള്ളവർ വാങ്ങാം.